Good morning. In this module, we will be studying about IoT access technologies. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് IoTയുടെ കണക്ഷൻ ക്രൈറ്റീരിയാസ് ആയിരുന്നു. അതായത് ഒരു രണ്ട് നോഡ്സിനെ അല്ലെങ്കിൽ സ്മാർട്ട് ഒബ്ജക്ട്സിനെ IoTയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയാസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മോഡ്യൂൾസിനെ അല്ലെങ്കിൽ നോഡ്സിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ചാണ്. സോ നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത് IEEE 802.15.4, 802.15.4e, 802.15.4g, LoRaWAN 1901.2a. ഇത്രയും ആക്സസ് ടെക്നോളജീസാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറയുന്നത് LoRaWAN ആണ്. മറ്റ് ടെക്നോളജീസും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് 802.15.4 വരുന്നതാണ് സിഗ്ബി പ്രോട്ടോക്കോൾ ഓർ 6LoWPAN പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതിൽ 6LoWPAN പ്രോട്ടോക്കോളിനെ പറ്റി നമ്മൾ അടുത്ത മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ആക്സസ് ടെക്നോളജീസിനെ അനലൈസ് ചെയ്യാൻ മെയിനായിട്ട് 5 കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് അലയൻസ്, ഫിസിക്കൽ ലെയർ, മാക് ലെയർ, ടോപ്പോളജി ആൻഡ് സെക്യൂരിറ്റി. അതിൽ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് അലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള അലയൻസ്, ഫിസിക്കൽ ലെയർ, പിന്നെ മാക് ലെയർ മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ, പിന്നെ ടോപ്പോളജി ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ സെക്യൂരിറ്റി. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു IoTയുടെ ആക്സസ് ടെക്നോളജിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നമ്മളിതിൽ ഈ മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കുന്നതെന്ന് പറയുന്നത് LoRaWAN എന്ന് പറയുന്ന ഒരു ആക്സസ് ടെക്നോളജിയാണ്. സോ LoRaWAN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺലൈസൻസ്ഡ് ബാൻഡ് LPWA ടെക്നോളജി. അതായത് ലിമിറ്റഡ് പവർ വൈഡ് ഏരിയ ടെക്നോളജിയാണ് LoRaWAN. അൺലൈസൻസ്ഡ് ബാൻഡാണ്. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഫ്രീക്വൻസി ബാൻഡ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു. ഫ്രീക്വൻസി ബാൻഡ്സ് 2 ടൈപ്പ് ഉണ്ട്, ലൈസൻസ്ഡും ഉണ്ട്, അൺലൈസൻസ്ഡും ഉണ്ട്. അപ്പോൾ ഇതിൽ അൺലൈസൻസ്ഡിന് നമ്മൾ പഠിച്ചു ഈ പറയുന്ന പോലെ സർവീസ് പ്രൊവൈഡറിൻ്റെയോ സബ്സ്ക്രിപ്ഷൻ്റെയോ ആവശ്യമില്ലാത്ത അൺലൈസൻസ്ഡ് ബാൻഡിനകത്ത് LPWA അതായത് ലിമിറ്റഡ് പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചാണ് LoRaWAN വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെൽ അഡാപ്റ്റഡ് ഫോർ ലോങ് റേഞ്ച് ബാറ്ററി പവേർഡ് എൻഡ് പോയിൻറ്റ്സ്. ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷന് ബാറ്ററി പവേർഡ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു പവേർഡ് 2 രീതിയിൽ പവർ ചെയ്യാം, പവേർഡ് നോട്ട്സും ബാറ്ററി പവേർഡ് നോട്ട്സും. ഇതിൽ ബാറ്ററി പവേർഡ് നോട്ട്സിനും ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനും വെൽ അഡാപ്റ്റഡ് ആണ് LoRaWAN. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയയിലേക്കാണ് പോകുന്നത്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് അലയൻസസ്. അപ്പം LoRa ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരു ഫിസിക്കൽ ലെയർ മോഡുലേഷനായിട്ടായിരുന്നു LoRaയെ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ ഫ്രഞ്ച് കമ്പനി നെയ്മഡ് സിക്ലിയോ. പിന്നീട് സിസ്ലിയോ വാസ് അക്വയർഡ് ബൈ സെംടെക് കമ്പനി LoRaയെ അക്വയർ ചെയ്തു. പിന്നീട് ദിസ് LoRa വാസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ലോങ് റേഞ്ച് 2-way കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോ പവർ കൺസംഷൻ. ലോങ് റേഞ്ച് 2-way കമ്മ്യൂണിക്കേഷനും ലോ പവർ കൺസംഷനും വേണ്ടിയിട്ട് LoRaയെ നമ്മൾ എന്ത് ചെയ്തു, ഒപ്റ്റിമൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഒരു ലെയർ 1 മോഡുലേഷനിൽ നിന്നും ഇവോൾവ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ബ്രോഡർ സ്കോപ്പായി ത്രൂ ദ ക്രിയേഷൻ ഓഫ് LoRa അലയൻസ്. സോ LoRa അലയൻസിൻ്റെ ക്രിയേഷനോടുകൂടി ഇത് ജസ്റ്റ് ഒരു ലെയർ 1 മോഡുലേഷൻ എന്നതിൽ കവിഞ്ഞിട്ട് ഒരു വലിയ ബ്രോഡർ സ്കോപ്പ് അതിന് കൈവന്നു. സോ ഇതാണ് LoRaWANൻ്റെ ലെയേഴ്സ്. സോ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ബാൻഡ് വിഡ്ത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു LoRa എന്ന് പറയുന്ന ഒരു അൺലൈസൻസ്ഡ് സ്പെക്ട്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പറഞ്ഞിരുന്നു അൺലൈസൻസ്ഡ് ബാൻഡ്സിൽ 2 സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 868 മെഗാഹെർട്സും 915 മെഗാഹെർട്സിന് 2 സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ഈ 2 ബേസിക് സ്റ്റാൻഡേർഡ്സും LoRaWAN സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് അതർ മറ്റ് റീജിയണൽ ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ദർ ഈസ് എ ഫിസിക്കൽ മോഡുലേഷൻ ലെയർ, LoRaWAN മാക് ലെയർ. ദെൻ ദർ ഈസ് ദിസ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ്. LoRa സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് COAP, MQTT, IPv6, 6LoWPAN, പിന്നെ റോ സോക്കറ്റ് ലെയർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതർ
ആപ്ലിക്കേഷൻ ഇതും ഉണ്ട്. അതിൻ്റെ മുകളിലാണ് വി ബിൽഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതിൽ ഈ പറയുന്ന റീജിയണൽ ബാൻഡ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ബാൻഡ്സ് ലോറ അലയൻസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാക് ലെയറും ലോറ അലയൻസ് ആണ്. അതേസമയം ഫിസിക്കൽ മോഡുലേഷൻ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഫിസിക്കൽ മോഡുലേഷൻ ആയിരുന്നു ലോറ. അത് ഡെവലപ്പ് ചെയ്ത് സെംടെക് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫ്രീക്വൻസി ബാൻഡ്സ്, ദിസ് ഇസ് ദ ഫിസിക്കൽ ലെയർ, ആൻഡ് ദിസ് ഇസ് ദ മാക് ലെയർ, ആൻഡ് ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ലെയർ. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്നത് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇതാണ് ലോറാവാൻ്റെ ലെയർ, ലോറാവാൻ സ്ട്രക്ചർ. ഓക്കെ, അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ലെയറാണ്. സോ ലോറയ്ക്ക് ഒരു സ്റ്റാർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ് ഉള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു വാട്ട് ഇസ് സ്റ്റാർ ആർക്കിടെക്ചർ. അപ്പോൾ സ്റ്റാർ ആർക്കിടെക്ചറിനകത്ത് ഒരു ഫുൾ ഫങ്ഷൻ നോഡ് കാണും. ഏറ്റവും ബേസ് ആയിട്ട് ഒരു ഫുൾ ഫങ്ഷൻ നോഡ് കാണും. എന്നിട്ട് അതിനെ ചുറ്റിക്കൊണ്ട് റെഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡ്സും കാണും. സോ ഇഫ് ദിസ് ഇസ് എ ഫുൾ ഫങ്ഷൻ നോഡ്, അതിനെ ചുറ്റി ധാരാളം റെഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡ്സും ഉണ്ടായിരിക്കും. സോ ഇതാണ് ഒരു സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ടോപ്പോളജിയാണ്, സ്റ്റാർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ് ലോറ ഫോളോ ചെയ്യുന്നത്. ഇതിൽ സെൻറ്ററായിട്ട് വരുന്നത് ഒരു ലോറ ഗേറ്റ് വേ ആയിരിക്കും. അതായത് ഇതെന്ന് പറയുന്ന ഒരു ലോറയുടെ ഗേറ്റ് വേ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി എ ലോറ ഗേറ്റ് വേ. ഒരു നടുക്ക് വരുന്നതെന്ന് പറയുന്നത് ലോറ ഗേറ്റ് വേ ആയിരിക്കും. അപ്പോൾ ഈ ലോറ ഗേറ്റ് വേയിൽ ദർ ഇസ് മൾട്ടിപ്പിൾ സെൻസേഴ്സ് ആൻഡ് റിസീവേഴ്സ് ആൻഡ് ചാനൽസ്. ലോറ ഗേറ്റ് വേയിൽ പല സെൻഡേഴ്സും റിസീവേഴ്സും ചാനൽസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചാനൽസിനെ ഒറ്റയടിക്ക് ഡീമോഡുലേഷൻ നടത്താൻ പറ്റും. സോ ദിസ് അലോസ് ദ ഡീമോഡുലേഷൻ ഓഫ് മൾട്ടിപ്പിൾ ചാനൽസ് അറ്റ് വൺസ്. ഓക്കെ, അപ്പോൾ ഈ ലോറ ഗേറ്റ് വേസ്, ഈ പറയുന്ന ലോറ ഗേറ്റ് വേസ് ദേ ആക്ട് ആസ് എ ട്രാൻസ്പെറൻറ്റ് ബ്രിഡ്ജ് റിലേയിങ് ഡേറ്റ ബിറ്റ്വീൻ എൻ പോയിൻറ്റ്സ് തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഈ ലോറയുടെ ഗേറ്റ് വേ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എൻ പോയിൻറ്റ്സ്, സോ ദീസ് ആർ ദി എൻ പോയിൻറ്റ്സ്. ഓക്കെ, ഇതാണ് എൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ദി എൻ പോയിൻറ്റ്സ് ദേ ഫോളോ എ സിംഗിൾ ഹോപ്പ് വയർലെസ് കണക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ ഓർ മെനി ഗേറ്റ് വേസ്. അപ്പോൾ ഈ എൻ പോയിൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ഹോപ്പ് വയർലെസ് കണക്ഷൻ ആയിരിക്കും. ആൻഡ് ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ ഓർ മെനി ഗേറ്റ് വേസ്. ഒന്നോ അതിലധികമോ ഗേറ്റ് വേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ പോയിൻറ്റ്സിന് സാധിക്കും. ഓക്കെ, അപ്പം ഡേറ്റ റേറ്റ്, ലോറാവാൻ്റെ ഡേറ്റ റേറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ബാൻഡ്സ് ആൻഡ് അഡാപ്റ്റീവ് ഡേറ്റ റേറ്റ്. അതായത് നമ്മൾ നേരത്തെ ഇച്ചിരി മുമ്പ് പറഞ്ഞു ലോറ പല ഫ്രീക്വൻസി ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 868 ഉണ്ട്, 915 ഉണ്ട്, പിന്നെ അതല്ലാതെയുള്ള മറ്റ് റീജിയണൽ ഫ്രീക്വൻസി ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി ബാൻഡ്സിനെയും അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഡേറ്റ റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോറാവാൻഡിൻ്റെ ഡേറ്റ റേറ്റ്. ഓക്കെ, അതിൽ അഡാപ്റ്റീവ് ഡേറ്റ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൽഗോരിതം ദാറ്റ് മാനേജ് ദ ഡേറ്റ റേറ്റ് ആൻഡ് റേഡിയോ സിഗ്നൽ ഫോർ ഈച്ച് എൻ പോയിൻറ്റ്. ഓരോ എൻ പോയിൻറ്റിൻ്റെയും ഡേറ്റ റേറ്റിനെയും റേഡിയോ സിഗ്നലിനെയും മാനേജ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ADR ഓർ അഡാപ്റ്റീവ് ഡേറ്റ റേറ്റ്. അപ്പോൾ അഡാപ്റ്റീവ് ഡാറ്റ റേറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ പാക്കറ്റ്സ് ആർ ഡെലിവേർഡ് ഇൻ ദ ബെസ്റ്റ് ഡേറ്റ റേറ്റ് പോസിബിൾ. അതായത് ഈ പാക്കറ്റ്സിൻ്റെ ഡെലിവറി നടക്കുന്നത് അവൈലബിൾ ആയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡേറ്റ റേറ്റിലാണെന്ന് അഡാപ്റ്റീവ് ഡേറ്റ റേറ്റ് അൽഗോരിതം ഉറപ്പുവരുത്തുന്നു. അതാണ് ADR ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമൈസിങ് അൽഗോരിതം, റൈറ്റ്. അതായത് ഒരു ഏറ്റവും നല്ല ഒരു ഒപ്റ്റിമൈസിങ് ഡേറ്റ റേറ്റിൽ സെൻഡ് ചെയ്യുന്നതോടുകൂടി ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമൈസ്ഡ് അൽഗോരിതം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ അൽഗോരിതമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സ്കെയിലബിൾ. അപ്പം ഇറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമാലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി ഓഫ് ഡേറ്റ പാക്കേജ് സെൻഡിങ്. അപ്പം ഈ എൻ പോയിൻറ്റ്സ് ഗേറ്റ് വേയോട് അടുത്തുള്ള എൻ പോയിൻറ്റ്സ്, ദാറ്റ് എൻ പോയിൻറ്റ്സ് ആർ ക്ലോസ് ടു ദ ഗേറ്റ് വേസ് ഒരു ഗുഡ് സിഗ്നൽ വാല്യൂവിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഏറ്റവും നല്ല സിഗ്നൽ വാല്യൂവിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഡേറ്റ റേറ്റും ഉണ്ടാകും ഏത് ഗേറ്റ് വേയുമായിട്ട് അടുത്തുള്ളതിന്. പക്ഷേ അതേസമയം ദൂരത്തോട്ട് പോകുന്തോറും എയർ ടൈം കൂടും. അതായത് ദ ടൈം ടേക്കൺ ഫോർ ട്രാൻസ്മിഷൻ കൂടും. അതുപോലെ തന്നെ ബെസ്റ്റ് ഡേറ്റ റേറ്റ് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല.
ഒരു ലോറയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എബിലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഹാൻഡിൽ വേരിയസ് ഡേറ്റ റേറ്റ്സ് വയ ദ സ്പ്രെഡിങ് ഫാക്ടർ. പലതരത്തിലുള്ള ഡേറ്റ റേറ്റ്സ്, അപ്പം നമ്മൾ പറഞ്ഞു അടുത്തുള്ള നോട്ട്സ് ഹയസ്റ്റ് ഡേറ്റ റേറ്റിലായിരിക്കും, ദൂരെയുള്ള ഡേറ്റ അത് കുറച്ചുകൂടെ കുറഞ്ഞ ഡേറ്റ റേറ്റിലായിരിക്കും സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലോറയ്ക്ക് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഡേറ്റ റേറ്റ്സിനെയും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡൺ യൂസിങ് സ്പ്രെഡിങ് ഫാക്ടർ. സ്പ്രെഡിങ് ഫാക്ടർ കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് ഓൺലി ലെസ് ഡിസ്റ്റൻസ് ബട്ട് ഹാസ് ഫാസ്റ്റർ സ്പീഡ് ആൻഡ് ലെസ് എയർ ടൈം. സ്പ്രെഡിങ് ഫാക്ടർ കുറഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ സ്പീഡ് കൂടുതലായിരിക്കും, അതോടൊപ്പം തന്നെ എയർ ടൈമും കുറവായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സമയവും കുറവായിരിക്കും സ്പ്രെഡിങ് ഫാക്ടർ കുറയുമ്പം. അതേസമയം സ്പ്രെഡിങ് ഫാക്ടർ കൂടുമ്പോൾ നമുക്ക് മോർ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ദെയർ വിൽ ബി ഗ്രേറ്റർ റിലയബിലിറ്റിയും ഉണ്ടാകും. പക്ഷേ അതേസമയം സ്പീഡ് കുറവായിരിക്കും, എയർ ടൈമും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു LoRaWANൻ്റെ ഒരു ഫിസിക്കൽ ലെയറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദറ്റ് ഇസ് ഹാസ് എ സ്റ്റാർ ടോപ്പോളജി. അതിൻ്റെ നടുവിലെന്ന് പറയുന്ന ഒരു LoRa ഗേറ്റ് വേ ആയിരിക്കും. അപ്പോൾ ഇത് LoRaയുടെ സെൻസർ നോഡ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ യൂസർ ടെർമിനൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, ഇതിൽ സെൻറ്റർ ഹബ്ബായിട്ട് എന്തായിരിക്കും LoRa ഗേറ്റ് വേ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക് ലെയറാണ്. ഓക്കെ, ഈ മാക് ലെയർ എൻഡ് പോയിൻറ്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. അപ്പോൾ ഇതിൽ ക്ലാസ് എ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ ഡീഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ബാറ്ററി പവേർഡ് നോഡ്സ്. ഇറ്റ് ഹാസ് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദർ ഇസ് 2 റിസീവ് വിൻഡോസ് അവൈലബിൾ ആഫ്റ്റർ ഈച്ച് ട്രാൻസ്മിഷൻ. അതായത് ഇതിന് ഡീഫോൾട്ടായിട്ട് ക്ലാസ് എ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇത് ക്ലാസ് എ ഇംപ്ലിമെൻറ്റേഷൻ, ക്ലാസ് എ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ ബാറ്ററി പവേർഡ് നോഡ്സ്. ബാറ്ററി പവേർഡ് നോഡ്സിന് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് അപ്ലിങ്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഡൗൺ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്ലിങ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എൻഡ് പോയിൻറ്റിൽ നിന്ന് സെർവറിലേക്കായിരിക്കും അപ്ലിങ്ക് എന്ന് പറയുന്നത്. ഡൗൺ ലിങ്ക് എന്ന് പറയുന്നത് സെർവറിൽ നിന്ന് എൻഡ് പോയിൻറ്റ്സിലേക്കായിരിക്കും. സോ ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 2 റിസീവ് വിൻഡോസ് ഉണ്ടാവും. ട്രാൻസ്മിഷന് ശേഷം 2 റിസീവ് വിൻഡോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് മാക് ലെയറിലെ ക്ലാസ് എ എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ നോഡ് അഥവാ എക്സ്പെരിമെൻ്റൽ എൻഡ് പോയിൻ്റ് ആണ്. എക്സ്പെരിമെൻ്റൽ ഇംപ്ലിമെൻറ്റേഷനാണ് ക്ലാസ് ബിയിലുള്ളത്. അതിന് അഡീഷണൽ വിൻഡോസ് ആവശ്യമാണ്. ഓക്കെ, ക്ലാസ് എയേക്കാൾ 1-2 അഡീഷണൽ വിൻഡോസും കൂടെ വേണം. അതുപോലെ തന്നെ ഗേറ്റ് വേസ് ഒരു ബീക്കണിങ് പ്രോസസ്സ് വഴി സിൻക്രണൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതിനകത്ത് ഗേറ്റ് വേസ്, ക്ലാസ് ബിയിലെ ഗേറ്റ് വേസ്. ഇനി ക്ലാസ് സി നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ പവേർഡ് നോഡ്സ്. നമ്മൾ പറഞ്ഞു ക്ലാസ് എയും ക്ലാസ് ബിയും ബാറ്ററി പവേർഡ് നോഡ്സിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെങ്കിൽ ക്ലാസ് സി ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ പവേർഡ് നോഡ്സ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷനകത്ത് ഈ ഒരു നോഡ് വിൽ ബി കണ്ടിന്യൂസ്ലി ലിസണിങ് വൈ കീപ്പിംഗ് ഇസ് റിസീവ് വിൻഡോ ഓപ്പൺ. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാത്ത സമയത്ത് ഒരു നോഡ് എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് അതിൻ്റെ റിസീവർ വിൻഡോ എപ്പോഴും ഓപ്പൺ ആയിരിക്കും വെൻ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റിംഗ്. ഓക്കെ, അതാണ് നമ്മൾ മാക് ലെയറിൽ നോഡ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. ക്ലാസ് എയിൽ ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ്, ഇറ്റ് ഈസ് എ default implementation and optimized for battery power nodes and has 2 receive windows. Class B, it is an experimental, designated as experimental, and it has additional receive windows and gateways must be synchronized through beaconing process. Class C, it is adapted for powered nodes. It should be continuously listening by keeping it receive window open when not transmitting. Okay. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫ്രെയിം ഫോമാറ്റാണ്. LoRaWANൻ്റെ മെസ്സേജസ് ക്യാൻ ബി അപ്ലിങ്ക് ഓർ ഡൗൺ ലിങ്ക്. അതായത് അപ്ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് പോയിൻറ്റിൽ നിന്ന് സെർവറിലേക്ക്, ഡൗൺ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവറിൽ നിന്ന് എൻഡ് പോയിൻറ്റ്സിലേക്ക്.
സോ അതിൻ്റെ ഒരു മെസ്സേജസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫിസിക്കൽ പേലോഡിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ലോറാവാൻ്റെ മെസ്സേജസിനെല്ലാം ഒരു ഫിസിക്കൽ പേലോഡ് ഉണ്ടായിരിക്കും. ഈ പേലോഡിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു 1 ബൈറ്റ് മാക് ഹെഡർ ആയിരിക്കും. പിന്നെ ഒരു വേരിയബിൾ ലെങ്ത് മാക് പേലോഡ് കാണും. പിന്നെ ഒരു മെസ്സേജ് ഇൻറ്റഗ്രിറ്റി കോഡ് കാണും. ദാറ്റ് ഈസ് ഓഫ് ദ സൈസ് 4 ബൈറ്റ്സ്. അതായത് 1 ബൈറ്റിൻ്റെ ഒരു മാക് ഹെഡർ, 4 ബൈറ്റിൻ്റെ ഒരു മെസ്സേജ് ഇൻറ്റഗ്രിറ്റി കോഡ്, പിന്നെ വേരിയബിൾ സൈസായിട്ടുള്ള മാക് പേലോഡ്. ഈ പേലോഡിലായിരിക്കും നമ്മൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ മാക്കിൻ്റെ പേലോഡ് സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ബാൻഡ് ആൻഡ് ഡേറ്റ റേറ്റ്. ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡും സെൻഡ് ചെയ്യുന്ന ഡേറ്റ റേറ്റും അനുസരിച്ച് മാക്കിൻ്റെ പേലോഡിൻ്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മാക്കിൻ്റെ മെസ്സേജ് ടൈപ്സ് 6 ടൈപ്പ് ഉണ്ട്. ദർ ഇസ് ജോയിൻ റിക്വസ്റ്റ്, ജോയിൻ അക്സെപ്റ്റ്, അൺകൺഫേർഡ് ഡേറ്റ അപ്പ്, കൺഫേംഡ് ഡേറ്റ ഡൗൺ, കൺഫേംഡ് ഡേറ്റ അപ്പ്, കൺഫേംഡ് ഡേറ്റ ഡൗൺ. ഈ കൺഫേംഡ് മെസ്സേജസിൽ വരുമ്പം ദർ ഈസ് നോ അക്നോളജ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതേസമയം കൺഫേംഡ് ഡേറ്റ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ടൈപ്സിനകത്ത് അക്നോളജ്മെൻറ്റ് വേണം. അതായത് ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിൽ അത് റിസീവ് ചെയ്ത് കഴിയുമ്പം റിസീവർ ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് തിരിച്ചയക്കേണ്ടി വരും. അതേസമയം കൺഫേംഡ് ഡേറ്റ മെസ്സേജസിനകത്ത് നമുക്ക് ഒരു അക്നോളജ്മെൻറ്റ് വേണ്ട കാര്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ടോപ്പോളജി. നമ്മുടെ ലോറ ഇറ്റ് യൂസസ് എ സ്റ്റാർ ഓഫ് സ്റ്റാർ ടോപ്പോളജി. അതായത് സ്റ്റാർ ഓഫ് സ്റ്റാർസ് ടോപ്പോളജി. നേരത്തെ പറഞ്ഞത് സ്റ്റാറാണ്, അതിൻ്റെ ഒരു സ്റ്റാർസ്, ആ ഒരു ടോപ്പോളജി ആയിരിക്കും മാക് ലെയറിൽ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ പോയിൻറ്റ്സ് എക്സ്ചേഞ്ചിങ് പാക്കറ്റ്സ് ത്രൂ ഗേറ്റ്വേസ് ആക്ടിങ് ആസ് ബ്രിഡ്ജസ് വിത്ത് സെൻട്രൽ ലോറാവാൻ നെറ്റ്വർക്ക് സെറ്റ്. ഈ പാക്കറ്റ്സിനെ ഗേറ്റ്വേസിലൂടെ ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ലോറാവാൻ നെറ്റ്വർക്ക് സെർവറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ്വേസ് ബാക്ക് എൻഡ് നെറ്റ്വർക്കിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് IP കണക്ഷൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദി എൻഡ് പോയിൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്റ്റ്ലി വിത്ത് 1 or more ഗേറ്റ്വേസ്. ഒന്നോ അതിലധികമോ ഗേറ്റ്വേസുമായിട്ട് ഈ എൻഡ് പോയിൻറ്റ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. സോ ദീസ് ആർ ദ ലോറാവാൻ എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ലോറാവാൻ ഫിസിക്കൽ ലെയറിലൂടെ മാക് ലെയറിലൂടെ ഒരു IP ടണൽ വഴി IP ട്രാൻസ്പോർട്ട് നടക്കും. സോ ദിസ് ഈസ് ദി നെറ്റ്വർക്ക് സെർവർ ആൻഡ് ഇറ്റ് ഈസ് ദ റേഡിയോ ഫ്രീക്വൻസി. അപ്പോൾ ഇതിനകത്ത് വരുമ്പം ഈ നെറ്റ്വർക്ക് സെർവർ ആയിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെർവേഴ്സിലേക്ക് ഈ പറയുന്ന പാക്കറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. Okay, and this is the backend is actually implemented using IP infrastructure. IP infrastructure വെച്ചായിരിക്കും നമ്മൾ ബാക്കെൻഡിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോറാവാൻ എൻഡ് പോയിൻറ്റ്സ് ഗേറ്റ്വേസ് വഴി നെറ്റ്വർക്ക് സെർവേഴ്സ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സെർവേഴ്സിലോട്ട് പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സെക്യൂരിറ്റി. അപ്പം ലോറാവാൻ ഷുഡ് ഇംപ്ലിമെൻറ്റ് 2 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ടാവണം, ആപ്ലിക്കേഷൻ സെഷൻസ് കീയും ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി മാക് ലെയറിലാണ്, ഇത് തെറ്റിപ്പോരുത്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി മാക് ലെയർ മീഡിയ ആക്സസ് കൺട്രോൾ ലെയറിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്യാരൻറ്റീസ് ദ ഒതൻറ്റിക്കേഷൻ ഓഫ് എൻഡ് പോയിൻറ്റ്സ് അറ്റ് ലോറാവാൻ നെറ്റ്വർക്ക് സെർവർ. ലോറാവാൻ നെറ്റ്വർക്ക് സെർവറിൽ ഈ പറയുന്ന എൻഡ് പോയിൻറ്റ്സിൻ്റെ ഓതൻറ്റിക്കേഷൻ നടത്തുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ്, യൂസിങ് സം നെറ്റ്വർക്ക് സെഷൻസ് കീ. ഓക്കെ, പിന്നെ അത് തന്നെയല്ല, ഇറ്റ് പ്രൊട്ടക്ട്സ് ലോറാവാൻ പാക്കറ്റ്സ് ബൈ പെർഫോമിങ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷനിലൂടെ ഈ ലോറാവാൻ്റെ പാക്കറ്റ്സിനെ സെക്യൂർ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെഷൻസ് കീ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ സെഷൻസ് കീ. ഇത് ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പെർഫോംസ് ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ഫംഗ്ഷൻ ബിറ്റ്വീൻ എൻഡ് പോയിൻറ്റ്സ് ആൻഡ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ സെർവർ. എൻഡ് പോയിൻറ്റ്സ് തമ്മിലുള്ള, അതായത് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ എൻക്രിപ്റ്റ് ചെയ്യും, അത് റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സെർവേഴ്സിലും ഈ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ നടക്കുന്നുണ്ട്. So it is implemented in the application layer.
അതേപോലെ തന്നെ ലോറാവാൻ്റെ എൻ പോയിൻറ്റ്സ് ലോറാവാൻ നെറ്റ്വർക്കിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഗെറ്റ് രജിസ്റ്റേർഡ് ആൻഡ് ഓതൻറ്റിക്കേറ്റഡ്. ഈ എൻ പോയിൻറ്റ്സിനെ രജിസ്റ്റർ ചെയ്യാനും ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും അനിവാര്യമാണ്. ഈ ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ഈ ജോയിനിങ് എന്ന് പറയുന്നത് രണ്ട് മെക്കാനിസം ഉണ്ട്. ദർ ഇസ് 2 ജോയിനിങ് മെക്കാനിസംസ്. ദ ഫസ്റ്റ് വൺ ഇസ് ആക്ടിവേഷൻ ബൈ പേഴ്സണലൈസേഷൻ ആൻഡ് ഓവർ ദ എയർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ബൈ പേഴ്സണലൈസേഷനകത്ത് ഈ ഒരു നോഡിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ പോയിൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മറ്റേ എൻ പോയിൻറ്റിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് അതിൻ്റെ നെറ്റ്വർക്ക് സെഷൻസ് കീ, പിന്നെ അതേപോലെ ആപ്ലിക്കേഷൻ സെഷൻസ് കീ ഒക്കെ മറ്റേ എൻ പോയിൻറ്റ് ഏത് എൻ പോയിൻറ്റുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് ആ എൻ പോയിൻറ്റിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ജോയിൻ പ്രൊസീജിയർ റൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതേസമയം ഓവർ ദ എയർ ആക്ടിവേഷനകത്ത് ഡൈനാമിക്കായിട്ട് നമുക്ക് ഒരു നോഡിന് നെറ്റ്വർക്കിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, തന്നെയുമല്ല ഓരോ തവണയും സെഷൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ജോയിൻ പ്രൊസീജിയർ വീണ്ടും വീണ്ടും കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട്. സോ അതാണ് നമ്മളുടെ കംപ്ലീറ്റ് ഏതാണ് IoT ആക്സസ് ടെക്നോളജീസ്. നമ്മൾ IoT ആക്സസ് ടെക്നോളജീസ് ഏതാണെന്ന് പഠിച്ചു, അതിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതാണെന്ന് പഠിച്ചു, ലോറാവാൻ എന്താണെന്ന് പഠിച്ചു, ലോറാവാൻ്റെ സ്റ്റാൻഡേർഡൈസേഷനും അലയൻസും സ്ട്രക്ചറും പഠിച്ചു, അതിൻ്റെ ഫിസിക്കൽ ലെയർ പഠിച്ചു, അതിൻ്റെ മാക് ലെയർ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രെയിം ഫോമാറ്റ് പഠിച്ചു, അതിൻ്റെ മെസ്സേജ് ടൈപ്സ് പഠിച്ചു, ടോപ്പോളജി ഏതാണെന്ന് നോക്കി. സ്റ്റാർ ഓഫ് സ്റ്റാർസ് ടോപ്പോളജിയാണ്. സെക്യൂരിറ്റി രണ്ട് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ സെഷൻ കീ ജോയിൻ ചെയ്യാനുള്ള മെക്കാനിസംസും നമ്മൾ നോക്കി. സോ നമ്മൾ മോഡ്യൂൾ 2 ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും.